ഇവിടുത്തെ BJP പാർട്ടിയുടെ പ്രതിനിധി അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്, അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. അത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ BJP പാർട്ടിയുടെ പ്രതിനിധി എന്നീ ചർച്ച കഴിയുന്നവരെ ഞാൻ വിളിക്കും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്, ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടെന്നിരിക്കണ്ടേ. മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചു കൊണ്ട് പറയും. നിങ്ങൾ എന്താ സതീശൻ അഴിമതി കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളെ ബേജാറ് കാണുമ്പോൾ എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, നിങ്ങളെ ഫ്രസ്ട്രേഷനും ബേജാറും കാണുമ്പോൾ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇവർ ദേശീയ തലത്തിൽ ഡൽഹിയിൽ പോയിട്ട് BJP ഗവൺമെന്റ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലിടാൻ കേന്ദ്ര ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇവർ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ അതേ സംസ്ഥാനത്തെ ഇതേ മുന്നണിയിലെ മറ്റ് ആൾക്കെതിരെ അന്വേഷിക്കുക, പിടിക്ക് അമിത്ഷാ പിടിക്ക്. നാണം വേണം, രാഷ്ട്രീയ മര്യാദ വേണം. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ. അരവിന്ദ് കേജ്രിവാളിനെതിരെ പരാതി കൊടുക്കാനും പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ സമരം ചെയ്യാനും ഒരേ പാർട്ടിക്കാർ പോവരുത്. അല്ലടാ സത്യം. ഇത് നോക്കൂ, വാളയാറിന് അപ്പുറത്തും ഇപ്പുറത്തും ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഇന്ത്യ മുന്നണിക്ക് രണ്ടഭിപ്രായം എന്നുള്ളതാണ് BJP പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലിപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല മാധു, ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താം, എന്നിട്ട് ഞാൻ അത് എന്തിനാണ് നടത്തുന്നതെന്ന് പറയാം. യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല, സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള ചക്കളത്തിപ്പോരിലേക്ക് CBIനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വലിച്ചഴക്കുകയാണ്. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഞാനിത് എന്തിനാന്ന് പറയാം. സുപ്രീം കോടതി കൃത്യമായി നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, MLA ഈസ് എ പബ്ലിക് സർവൻറ്റ്. MLA ഒരു പബ്ലിക് സർവൻ്റാണ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമപ്രകാരം. ഇവിടെ VD സതീശൻ വിദേശ രാജ്യത്ത് പോയി ഇത്തരത്തിൽ പണം പിരിച്ച് അത് അദ്ദേഹം ഇവിടെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 2 കുറ്റകൃത്യങ്ങൾ വരും. കേസ് ചാർജ് ചെയ്യാനോ? അതെ. ഒന്ന്, ഈ പറഞ്ഞ പോലെ FCRA ആക്ട് പ്രകാരം. 2, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് അഴിമതി നിരോധന നിയമം ബാധകമാവും. നിങ്ങൾ ഒരു തോക്ക് സംഘടിപ്പിച്ചിട്ട് ഒരു നാടൻ തോക്കല്ലേ കള്ളത്തോക്ക് സംഘടിപ്പിച്ചിട്ട് ഒരാൾ വെടിവെച്ച് കൊന്നാൽ കൊലപാതകം മാത്രമല്ല ആംസ് ആക്ട് പ്രകാരമുള്ള ചാർജും നിങ്ങൾക്ക് വരും. അപ്പോൾ ഇവിടെ 2 ചാർജ് വരണം. ഒന്ന്, വിജിലൻസിന് അന്വേഷിക്കാവുന്ന പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമം. 2, കേന്ദ്ര ഏജൻസിക്ക്, അത് ഏജൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല. സെക്ഷൻ 43-ൽ ഏജൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വേണമെങ്കിൽ EDക്കും അന്വേഷിക്കാം. അപ്പോൾ ഇവിടെ VD സതീശൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അഴിമതി നിരോധന നിയമം ബാധകമാണ്. സത്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വിജിലൻസ് VD സതീശനെ അഴിമതി നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം. എന്താ പറഞ്ഞേ? അറസ്റ്റ് ചെയ്യണം. അത് പറഞ്ഞിട്ടില്ല. ഇവർ അഴിമതി നിരോധന നിയമത്തെ പറ്റി മിണ്ടുന്നില്ല. അത് ഇവർക്ക് ബാധകമല്ല. അപ്പം കള്ളത്തോക്ക് കൊണ്ടുവന്ന് ഒരാളെ വെടിവെച്ച് കൊന്നാൽ ആംസ് ആക്ട് ആദ്യം വരും, പിന്നെയാണ് കൊലപാതകം വരിക. അപ്പോൾ ഇവർക്ക് വിദേശത്ത് നിന്ന് പണം വന്ന കാര്യത്തിലേ താല്പര്യമുള്ളൂ. പക്ഷേ അഴിമതി നിരോധന നിയമം ഇവർക്ക് അറിയില്ല. മഹാന്മാർ, കേരളത്തിലെ വിജിലൻസിലെ മഹാന്മാർക്ക് ഈ അഴിമതി നിരോധന നിയമം ബാധകമല്ല എന്നാ തോന്നുന്നത്. അതിനെപ്പറ്റി അറിയില്ല അവർ. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്ന് ഡയറക്ടർക്കുള്ള കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഓരോരോ തട്ടിപ്പുകളെ അത് തട്ടിപ്പാണെന്ന എന്റെ വാദം. അത് ഫ്രോഡാണ്. കേരള വിജിലൻസിന്റെ തട്ടിപ്പാണ് അതെന്ന് എന്റെ വാദം. അതുകൊണ്ട് അത് ചെയ്താൽ ഇത് ചെയ്യും. കള്ളത്തോക്ക് കൊണ്ട് ഒരാളെ വെടിവെച്ച് കൊന്നാൽ ആംസ് ആക്ടും നിൽക്കും, മർഡർ കേസും നിൽക്കും. ഏതെങ്കിലും ഒന്ന് മാത്രം ആവൂല. അതാണ് ഉഡായിപ്പെന്ന് ഞാൻ പറയുന്നത്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വാളയാറിന് പുറത്ത് ഈ കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്യുന്നവർ വാളയാറിന് ഇപ്പുറം
ഇവരുടെ ചക്കളിത്തിപ്പോരിൽ കണക്ക് തീർക്കാൻ ഒരു കേന്ദ്ര ഏജൻസിയെ ചട്ടുകമാക്കാൻ നോക്കുകയാണ് ഒരു ഉടായിപ്പിന്നെ നമ്മൾ അടിക്കുന്നില്ലേ പരിപാടി നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ചക്കളത്തിപ്പോരാണ്. അതിന് CBI ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസിയെ ഉപയോഗിക്കാനുള്ള പരിപാടി. ഇത് സോളാറിൽ നമ്മൾ കണ്ടതാ, ഓർമ്മയുണ്ടല്ലോ, സോളാറിൽ ഇത് കണ്ടതാ. ഇവർക്കൊന്നും ആവാത്തപ്പോൾ അങ്ങോട്ട് തട്ടിയിട്ട് അവസാനം എന്തായി? അപ്പോൾ കുറ്റം എന്നിട്ടെന്താ? കുറ്റം പറഞ്ഞെന്താ? അതാ കണ്ടോ, BJPന്റെ CBI അവരെയൊക്കെ ഒഴിവാക്കിയിരുന്നു. കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? CBI വരെ ഞങ്ങളെ ഒഴിവാക്കിയിരുന്നു. പോരെ, കുറ്റം CBIക്ക്. അപ്പം ഇത് വേണ്ട, ഈ പരിപാടി വേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവിടുത്തെ BJP പാർട്ടിയുടെ പ്രതിനിധി, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. അത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ BJP പാർട്ടിയുടെ പ്രതിനിധി എന്നീ ചർച്ച കഴിയുന്നവരെ ഞാൻ വിളിക്കും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്. ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടെന്നിരിക്കണ്ടേ. മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചു കൊണ്ട് പറയും. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. മുന്നണിയുടെ പേരും മലയാളത്തിൽ ഒരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും, അത് കേൾക്കേണ്ടി വരും. ഇവിടെ പറയില്ല. ഇവിടെ ഇത്തരം സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവർ സംസാരിച്ചാൽ മതി. മാത്രമല്ല ബാക്കി എല്ലാ ഇത് BJPയുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് BJPയുടെ ഈ തോന്നിവാസം പറയുന്ന മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എല്ലാ ചർച്ചയിലും ആ രീതിയിൽ തിരിച്ചും പറയും. അത് ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. അയ്യോ അങ്ങനെ പറയരുത്. അല്ലല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിച്ചത്, VD സതീശൻ നിയമസഭയിൽ, കേരളത്തിന്റെ നിയമസഭ അല്ല, രാഷ്ട്രീയ മറുപടിയുടെ കാര്യമാണ് പറഞ്ഞത്, ചോദ്യത്തിന് മറുപടിയുടെ കാര്യമല്ല. VD സതീശൻ നിയമസഭയിൽ പുനർജനിക്ക് വേണ്ടി ഞാൻ എവിടെയും പോയി ഫണ്ട് പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം നിയമസഭയിൽ വെച്ചിട്ടുണ്ട് അന്നത്തെ ഇടത് MLA-മാർ. ജെയിംസ് മാത്യു, അതിന് ശേഷം അതിനു മുൻപ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഞാൻ പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ താൻ ചെയ്ത കാര്യത്തിൽ 3 നിലപാട് 3 VD സതീശൻ എന്തിനാണ് പറയുന്നത്? അദ്ദേഹം വ്യക്തിപരമായി നയാ പൈസ പിരിച്ചിട്ടില്ല. അതുകൊണ്ട് ചില NGO പുനർജനിക്ക് വേണ്ടി പിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുനർജനിക്ക് വേണ്ടി പിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണം കൈയോട് തട്ടിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞില്ലേ? അല്ല, പിരിച്ചു എന്നും പിരിച്ചില്ല എന്നും അദ്ദേഹം തന്നെ മാറ്റി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. മാറ്റി പറഞ്ഞിട്ടില്ലെന്നേ. ഇത്ര വൃത്തിയായിട്ട് ഒരു ക്ലീൻ ചിറ്റ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക്, അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധതയ്ക്ക്, പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയ്ക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ളത് പിണറായി വിജയന്റെ വിജിലൻസാ. ഇനി ഇതിലപ്പുറം എന്താ വേണ്ടത്? വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നത് സംബന്ധിച്ച് VK സനോജിനും എനിക്കും അങ്ങേക്കും ബോധ്യമില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI അന്വേഷിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അല്ല. തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ മുന്നണിയെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഞങ്ങളല്ല അത് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ദേശീയ മാധ്യമങ്ങളാ. ചോദ്യം വന്നു, എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു INDA ഫോർ അലയൻസാ. നിങ്ങൾ 2 A വെക്കേണ്ടിയിരുന്നു, എന്നാൽ ഇന്ത്യ അലയൻസ് ആവുമായിരുന്നു. നിങ്ങൾ 1 A വെച്ചിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ അവസാനത്തെ അലയൻസിന് വേണ്ടിയാണ്. അപ്പൊ പത്രക്കാരൻ അത് തിരിച്ചു ചോദിച്ചു കോൺഗ്രസ് നേതാവിനോട്. അയാൾക്ക് മറുപടി ഇല്ല. ആയിക്കോട്ടെ, ഇത് ഞങ്ങളിട്ടതല്ല.